നേരത്തെ ഞങ്ങളിത് പറഞ്ഞതാണ്, കണക്കുകൾ സഹിതം വിശദീകരിച്ചതാണ്. വി ശിവൻകുട്ടി മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. SSK ഫണ്ടാണ് ലഭിച്ചത്, കേരളത്തിന് PM ശ്രീ ഫണ്ട് ലഭിച്ചിട്ടില്ല. എന്നാൽ N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുസ്ലിം ലീഗ് നേതാവ് ആവർത്തിച്ച് പറയുന്നത് സംസ്ഥാന സർക്കാർ ഒപ്പിട്ടു PM ശ്രീയിൽ, അതുകൊണ്ടാണ് 92 കോടി രൂപ ലഭിച്ചത്, അത് PM ശ്രീ ഫണ്ടാണ്. ഇതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ PM ശ്രീ ഫണ്ട് ലഭിക്കണമെങ്കിൽ സ്കൂളുകളുടെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളുടെ പട്ടിക കേന്ദ്രത്തിന് നൽകണം. അവരുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കണം. അതിനുശേഷം മാത്രമേ PM ശ്രീ ഫണ്ട് റിലീസ് ചെയ്യുകയുള്ളൂ കേന്ദ്ര സർക്കാർ. ഇതൊക്കെ അറിയാം N ഷംസുദ്ദീന്. പക്ഷെ എന്തിനാണ് കള്ളം പറയുന്നത്? എങ്ങനെയെങ്കിലും ഒപ്പിട്ട് PM ശ്രീ ഫണ്ട് വാങ്ങിക്കണം, PM ശ്രീ നടപ്പാക്കണം. PM ശ്രീ നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് BJPക്ക് ഉറപ്പ് നൽകിയതുപോലെയാണ് VD സതീശൻ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത്. അതനുസരിച്ചാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണോ N ഷംസുദ്ദീൻ പറഞ്ഞത് അതുതന്നെയാണ് മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഒരേ വാക്കുകൾ, ഒരേ വാചകങ്ങൾ. അപ്പോൾ രണ്ടുപേരും ആലോചിച്ച് ഉറപ്പിച്ചാണ് സംസാരിക്കുന്നത് എന്നർത്ഥം. വി ശിവൻകുട്ടി അന്നേ പറഞ്ഞു PM ശ്രീ ഫണ്ട് ലഭിച്ചിട്ടില്ല. തടഞ്ഞുവെച്ച SSKയുടെ ഫണ്ടിൽ നിന്ന് 92 കോടി രൂപയാണ് ലഭിച്ചത്. 1000-ഓളം കോടി രൂപ ലഭിക്കാനുണ്ട്. കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിച്ച തുകയാണ്. അതിൻ്റെ 60% കേന്ദ്ര സർക്കാർ തരുന്നത് SSK ഫണ്ടിൻ്റെ. അതന്നെ 1000 കോടിയോളം രൂപ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട്. സംസ്ഥാന സർക്കാർ ആ തുക ചെലവഴിച്ചു കഴിഞ്ഞു. ആ തുക പോലും തരാതെ തടഞ്ഞു വെക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അന്ന് പരസ്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് മൗനം പാലിക്കുകയാണ്. കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ അത് ചെയ്യുന്നില്ല, സംസ്ഥാന സർക്കാരിൻ്റെ പരാജയമാണ് എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത്. കേന്ദ്രത്തിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. എന്നാൽ ഇപ്പോഴും പറയുന്നില്ല കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം സംസ്ഥാന സർക്കാരോ സംസ്ഥാന മുഖ്യമന്ത്രിയോ. അതുകൊണ്ടാണ് സംസ്ഥയുടെ മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗം എഴുതി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത്. വഞ്ചനയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വന്നത്. ഇപ്പോഴത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് വാർത്ത. അത് കൊടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റാണ്. അതുകൊണ്ട് ചർച്ചയായി മാറിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് മലയാള മനോരമ പോലെ UDFനെ അധികാരത്തിലേറ്റാൻ രാപ്പകൽ പണിയെടുത്ത ന്യൂസ് ചാനലാണ്. അവർക്ക് തന്നെ സത്യം പറയേണ്ടി വന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് അത് വാർത്തയാകുന്നത്. എന്താണ് തലക്കെട്ടിൽ പറയുന്നു, LDF സർക്കാർ PM ശ്രീ ഫണ്ട് വാങ്ങിയില്ലെന്ന് രേഖകൾ. മന്ത്രിയുടെ വാദം തെറ്റ്, വാങ്ങിയത് SSK വിഹിതം. ഇതാണ് തലക്കെട്ട്. എന്ന് വെച്ചാൽ N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുസ്ലിം ലീഗ് നേതാവ് പറയുന്നത് കള്ളമാണ് എന്നാണ് ഏഷ്യാനെറ്റ് പറയുന്നത്. വസ്തുതയാണ്, സത്യമാണ് ഈ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. PM ശ്രീ പദ്ധതിക്ക് കേന്ദ്ര ഫണ്ട് വാങ്ങിയിരുന്നു എന്ന UDF സർക്കാരിന്റെ വാദം തെറ്റെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ രേഖകൾ. PM ശ്രീ ഒപ്പിട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നൽകിയ 99.27 കോടി രൂപ സമഗ്ര ശിക്ഷ കേരള പദ്ധതിക്ക് സംസ്ഥാനത്തിനുള്ള വിഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നു. PM ശ്രീയിൽ സ്കൂളുകളുടെ പട്ടിക കേരളം നൽകിയാലേ ഫണ്ട് അനുവദിക്കാനാവൂവെന്നും വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കേരളവുമായുള്ള കരാർ റദ്ദാക്കാതെ പുതിയ സർക്കാരിന്റെ നിലപാടിനായി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതേസമയം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ UDF സർക്കാർ PM ശ്രീ പരിഗണിക്കും എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നത്. അതിനുശേഷം പറയുകയാണ്, PM ശ്രീ പദ്ധതിക്ക് ഇടത് സർക്കാർ ഫണ്ട് വാങ്ങിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ഫണ്ട് വാങ്ങിയില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് ഒക്ടോബർ 16-നാണ്. ഇതിനുശേഷം 99.27 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകി. ഈ തുകയെക്കുറിച്ചായിരുന്നു തർക്കം. PM ശ്രീ പദ്ധതിക്ക് കേരളത്തിന് ഫണ്ട് നൽകണമെങ്കിൽ ഇതിനുള്ള നടപടികൾ കേരളം പൂർത്തിയാക്കണം. അതുണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ ഡാഷ്ബോർഡിൽ വ്യക്തമാണ്. രാജ്യത്ത് ആകെ 14,500 PM ശ്രീ സ്കൂളുകളാണ് അടുത്ത വർഷം അവസാനിക്കുന്ന പദ്ധതിയിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. നിലവിൽ 13,091 സ്കൂളുകളാണ് പദ്ധതിയിൽ. സ്കൂളുകളുടെ വികസനം, കരിക്കുലം, പഠനരീതി എന്നിവയ്ക്ക് കേന്ദ്ര മാർഗനിർദ്ദേശം അംഗീകരിക്കണം. കേരളത്തിൽ ആകെ 47 വിദ്യാലയങ്ങൾക്കാണ് PM
എം ശ്രീ ഫണ്ട് കിട്ടുന്നത്. ഈ സ്കൂളുകളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. 33 കേന്ദ്രീയ വിദ്യാലയങ്ങളും 14 നവോദയ സ്കൂളുകളുമാണ് പട്ടികയിലുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കും മുമ്പാണ് കരാർ മരവിപ്പിക്കാനുള്ള കത്ത് കേരളം നൽകിയത്. പിന്നെ എങ്ങനെ PM ശ്രീക്ക് ഫണ്ട് നൽകുമെന്നും കേന്ദ്ര ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. സമഗ്ര ശിക്ഷ അഭിയാൻ ഫണ്ട് നൽകുന്നത് PM ശ്രീയുമായി കേന്ദ്രം കൂട്ടിയിണക്കിയതോടെയാണ് PM ശ്രീയിൽ ഒപ്പിട്ട് ഇത് വാങ്ങാൻ CPM തീരുമാനിച്ചത്. ഇത് പ്രകാരമാണ് അന്ന് 91 കോടി രൂപ ലഭിച്ചത്. തമിഴ്നാട് നിയമപോരാട്ടം നടത്തിയപ്പോൾ കേരളം എന്തിന് സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന ചോദ്യമാണ് അന്ന് ഉയർന്നത്. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സർവശിക്ഷ പദ്ധതിക്ക് 60% തുക കേന്ദ്രവും 40% തുക സംസ്ഥാനവും വകയിരുത്തും. എന്നാൽ 2021 മുതൽ 2025 വരെ 1171 കോടി രൂപ ഈ ഇനത്തിൽ കേരളത്തിന് നൽകിയില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം സമഗ്ര ശിക്ഷ കേരളം പദ്ധതി പ്രകാരം 452.05 കോടി രൂപയാണ് കേന്ദ്രം നൽകേണ്ടത്. 2025 ഒക്ടോബറിൽ PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചപ്പോഴാണ് സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ കേരളത്തിന് ആദ്യ ഗഡുവായ 99.27 കോടി രൂപ നവംബറിൽ കേന്ദ്ര സർക്കാർ നൽകിയത്. ഇത് സർവശിക്ഷാ പദ്ധതിക്കുള്ള ഫണ്ടെന്ന് കേന്ദ്രം ഈ രേഖയിൽ എടുത്തു പറയുന്നു. എന്നാൽ PM ശ്രീ മരവിപ്പിച്ചതോടെ തുടർന്നുള്ള ഫണ്ട് കേന്ദ്രം നൽകിയില്ല. പുതിയ സർക്കാർ അധികാരമേറ്റതോടെ PM ശ്രീയിൽ തുടർ നടപടി അറിയിക്കണമെന്ന് കാട്ടി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി കേരളത്തിന് കത്തയച്ചിരുന്നു. കേരളം ഒപ്പിട്ട കരാർ നിലനിൽക്കുന്നു. ഇതിൽ തുടർ നടപടി സ്വീകരിച്ച് PM ശ്രീക്കും സർവശിക്ഷ പദ്ധതിക്കുമുള്ള ഫണ്ട് വാങ്ങണോ എന്ന രാഷ്ട്രീയ തീരുമാനമാണ് ഇനി UDF സർക്കാർ സ്വീകരിക്കേണ്ടത്. ഇല്ലെങ്കിൽ സർവശിക്ഷ അഭിയാനിലെ കുടിശ്ശിക വാങ്ങിയെടുക്കാൻ കോടതിയിൽ പോകാം. അതേസമയം PM ശ്രീ വേണ്ടെന്ന് വയ്ക്കാൻ UDFന് ഇനി കഴിയില്ല എന്ന വാദത്തിന് ഒരു കഴമ്പുമില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അവസാന വരി ഒന്നും കൂടി കേൾക്കണം. അതേസമയം PM ശ്രീ വേണ്ടെന്ന് വയ്ക്കാൻ UDFന് ഇനി കഴിയില്ല എന്ന വാദത്തിൽ ഒരു കഴമ്പുമില്ല. ഇതാണ് PM ശ്രീയിൽ ഒപ്പിട്ടു എന്ന് സത്യമാണ്. പിൻവാങ്ങാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. നടപ്പാക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ മതി. ആ തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. രാഷ്ട്രീയ തീരുമാനമാണ് എടുക്കേണ്ടത്. പക്ഷേ ഇതുവരെയുള്ള മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് PM ശ്രീ നടപ്പാക്കും എന്ന് തന്നെയാണ്. എന്താണോ LDF സർക്കാർ തീരുമാനിച്ചത് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ UDF തീരുമാനിക്കുക. പക്ഷേ UDFന് അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. കാരണം LDF ഒപ്പിട്ട സമയത്ത് ഇതാ BJPയും CPMും തമ്മിലുള്ള ഡീലാണ്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. കേരളത്തെ വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ കാവ്യവൽക്കരിക്കാൻ BJP ശ്രമിക്കുന്നു. അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഇതാണ് കേരളം ഭരിക്കുന്നത് മോദിയുടെ അനിയനാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പോൾ എങ്ങനെ UDFന് നടപ്പാക്കാൻ കഴിയും PM ശ്രീ? നടപ്പാക്കിയാൽ മുസ്ലിം ലീഗിന് അത് സഹിക്കാൻ കഴിയുമോ? മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു ഇലക്ഷൻ പ്രചാരണ സമയത്ത്. അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് നിലപാടെടുക്കും എന്നത് വലിയ ചോദ്യമാണ്. ഒരു രക്ഷയില്ല. PM ശ്രീ വേണ്ടെന്ന് വെക്കുക എന്നതായിരിക്കണം UDFന്റെ രാഷ്ട്രീയ നിലപാട്. PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ UDF തീരുമാനിച്ചാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സംശയം വേണ്ട, UDFൽ തുടരാൻ കഴിയില്ല. തുടർന്നാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമായിരിക്കും. കാരണം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഭരണം വേണം, രാഷ്ട്രീയം വേണ്ട, നിലപാടില്ല. ഭരണം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്, അത് വേണം. മറ്റെല്ലാം നമ്മൾ മാറ്റിവെക്കുന്നു, നിലപാടുകൾ എല്ലാം മാറ്റിവെക്കുന്നു, ഭരണം മാത്രം മതി എന്ന നിലയിലേക്ക് മുസ്ലിം ലീഗ് അധപ്പതിച്ചു. നേതാക്കൾക്ക് ഭരണം വേണം, അണികൾക്ക് പക്ഷേ എന്ന ചോദ്യവും ഉയർന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് UDF പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തും വിളിച്ചു പറയലല്ല പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും ചെയ്യേണ്ടത്. വസ്തുതകളെ വസ്തുതകളായി കണ്ട് പറഞ്ഞു പോകണമായിരുന്നു. അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു. എന്തും വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോയാൽ, ജനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് പോയാൽ, വരമ്പത്താണ് കൂലി എന്ന് പറയുന്നത് പോലെ അപ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും. അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സർക്കാരിൽ മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കും എന്നത്
വളരെ വളരെ നിർണായകമായി വരികയാണ്. വരും ദിവസങ്ങളിൽ അത്തരമൊരു നിർണായക തീരുമാനം എടുക്കേണ്ടി വരും മുസ്ലിം ലീഗിന്. അതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഭാവി എന്താകും എന്ന ആശങ്ക അധികാരമേറ്റ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ചർച്ചയായി വരുന്നതും.